ലളിതം എന്നുള്ള വാക്കിന് ശബ്ദധാരാവലി കൊടുത്ത അർത്ഥങ്ങളിൽ ഒന്ന് എന്താണ്? സുന്ദരം. കാരണം എന്താണ്? ലളിതമായതൊക്കെ സുന്ദരമാണ്. അഹങ്കാരമുള്ള വാക്കുകളും വെച്ചുകെട്ടിയ പെരുമാറ്റവും എത്ര പെട്ടെന്നാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് അങ്ങനെയുള്ള മനുഷ്യന്മാരെ നമുക്ക് മടുക്കുക. അവരെ നമുക്ക് മടുക്കും. വെച്ചുകെട്ടിയ പെരുമാറ്റമുള്ള മനുഷ്യന്മാരും അഹങ്കാരമുള്ള മനുഷ്യന്മാരും നമ്മുടെ ചിത്രത്തിലേ ഉണ്ടാവില്ല, നമ്മുടെ ആൽബത്തിൽ അവരില്ല. എന്നാൽ ചില മനുഷ്യന്മാര് നമ്മൾ മറക്കൂല അവരെ. എന്താ കാരണം? അവരുടെ ലാളിത്യം. പെരുമാറ്റത്തിലെ ലാളിത്യമാണ് കേട്ടോ ഉദ്ദേശം. ജീവിതം ഓരോരുത്തരും സൗകര്യമുള്ള പോലെ വീടുണ്ടാക്കുകയും വാഹനം വാങ്ങുകയൊക്കെ ചെയ്യും, അത് വേറെ കാര്യം. അതൊക്കെ നമ്മുടെ ആവശ്യങ്ങളും സൗകര്യങ്ങളും. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് ഒരാൾ പുലർത്തുന്ന ചില കാര്യങ്ങൾ നമ്മളെ മനസ്സിൽ ഒരു പോകില്ല അല്ലേ? നമ്മളെടുക്കുന്ന എല്ലാ ഫോട്ടോസും സേവ് ചെയ്യോ? ചില ഫോട്ടോ മാത്രമല്ലേ സേവ് ചെയ്യുള്ളൂ അല്ലേ? കുറച്ച് ഫോട്ടോകൾ സേവ് ചെയ്യുള്ളൂ. എത്രയേ ഫോട്ടോ എടുത്തിട്ടുണ്ടാവും. പക്ഷെ എല്ലാ ഫോട്ടോയും ആൽബത്തിലില്ലാത്ത, ഗാലറിയിൽ ഇല്ല എന്നുള്ളത് പോലെ തന്നെ ആ ഗാലറിയിലുള്ള 1000 ഫോട്ടോയിൽ നിന്ന് വളരെ കുറച്ച് ഫോട്ടോ മാത്രമേ നമ്മുടെ ഫേവറിറ്റിലേക്ക് നമ്മൾ സേവ് ചെയ്യൂ. ഫേവറിറ്റാക്കി വെക്കുന്നത് എത്ര കുറച്ച് ഫോട്ടോസാന്ന് ആലോചിച്ചു അല്ലേ? ഇതേപോലെ മനുഷ്യന്മാർ, നമ്മൾ എത്ര മനുഷ്യന്മാരെ കാണുന്നുണ്ട്, എത്ര മനുഷ്യന്മാരെ പരിചയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ വളരെ കുറച്ച് ആൾക്കാരെ നമ്മുടെ ഫേവറിറ്റ് ലിസ്റ്റിലേക്ക് കയറുള്ളൂ. എത്ര മാഷന്മാരെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, എത്ര ടീച്ചർമാർ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാലോ ഏറ്റവും നല്ല ടീച്ചറെ അല്ലെങ്കിൽ ഏറ്റവും നല്ല മാഷയൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ എത്ര കുറച്ച് ആളുകളെയാണ് ഓർമ്മ വരുന്നത്? 1 2 ആളുകളാണ് ഓർമ്മ വരുന്നത്. 100 200 ആളുകൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടാവും. ഡിഗ്രിയും PG യും PhD ഒക്കെ കഴിഞ്ഞിറങ്ങുമ്പോഴേക്ക് ഒരാൾ എത്ര മാഷന്മാരെ കണ്ടിട്ടുണ്ട്, ടീച്ചേഴ്സിനെ കണ്ടിട്ടുണ്ട്. എന്നാലോ ഫേവറിറ്റ് ലിസ്റ്റിലുള്ള ആള് നല്ലോണം പഠിപ്പിച്ച ഒരാളൊന്നും ആവണമെന്നില്ല. അതാണ് അതിൻ്റെ രഹസ്യം. നല്ലോണം പഠിപ്പിച്ച ഒരാളൊന്നും ആവണമെന്നില്ല അല്ലേ? നമ്മളോട് കരുണ കാണിച്ച മനുഷ്യൻ അവരെ നമ്മൾ മറക്കും. നമ്മുടെ അവസ്ഥ മനസ്സിലാക്കിയ മനുഷ്യൻ അവരെ നമ്മൾ മറക്കും. രാമചന്ദ്രൻ കൊടുവള്ളി എന്നൊരാളുണ്ട്, മാഷാണ്. ഇവിടെ ഇല്ലല്ലോ അല്ലേ? ഇത് കൊടുവള്ളി അല്ലേ? ഇവിടെ ഇല്ലല്ലോ ആള് ഇല്ലേ? അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമുണ്ട്, മാഷ് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ എഴുതിയിട്ടുള്ള പുസ്തകമാണ്. ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? അത് ഉണ്ടോ? ഈ മാഷ് ഒരു ദിവസം ക്ലാസ്സിലേക്ക് ഒരു കുട്ടിയുണ്ട്, എല്ലാ ദിവസവും വൈകിയാണ് അവൻ വരുന്നത്. മാഷിക്ക് അവനോട് ചെറിയൊരു താല്പര്യക്കുറവുണ്ടാവാൻ തുടങ്ങി. കാരണം ഇവന് മാഷിനെ അപമാനിക്കുന്നത് പോലെ. മാഷ് കുറേ നേരമായിട്ട് ക്ലാസ്സിലുണ്ട്, എന്നിട്ട് ഇവൻ വരുന്നില്ല. ഇവൻ കുറേ വൈകിട്ടാണ് വരുന്നത്. അങ്ങനെ ഒരു ദിവസം ഇവൻ വൈകി വന്നപ്പോൾ മാഷിക്ക് പെട്ടെന്നുണ്ടായൊരു ദേഷ്യം കൊണ്ട് ഇവനെ അടിച്ചു. സാധാരണ അടിയൊക്കെ കൊടുക്കാറുണ്ട്, ഈ അടി പക്ഷേ കുറച്ച് വല്ലാതെ ഊക്കധികമായി എന്ന് മാത്രമല്ല, ഇവൻ്റെ നഖമില്ലേ, ഇവൻ്റെ നഖം ഇങ്ങനെ തെറിച്ചുപോയി, ഇങ്ങനെ അറ്റ് തൂങ്ങി. അടി കൃത്യമായി കൊണ്ടത് ഇവൻ്റെ നഖത്തിലാണ്. ഇവിടെ ഇങ്ങനെ അറ്റ് തൂങ്ങി, ഇവനിങ്ങനെ കരയാൻ തുടങ്ങി, ചോരയൊക്കെ ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി. മാഷ് പേടിച്ചു. മാഷ് വണ്ടി വിളിക്കുന്നു, ഇവനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു, ഇവൻ്റെ കൈയൊക്കെ കെട്ടുന്നു, അതിന് വേണ്ട ചികിത്സയും ഒക്കെ കൊടുക്കുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് മാഷ് ഇവനെ അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാ. വീട്ടിലേക്ക് എത്തുന്നു. വാതിൽ തുറക്കാൻ പോലും അവിടെ ആരുമില്ല. ഇവൻ തന്നെ വാതിൽ തുറക്കുന്നു, ജനലിലൂടെ ഒക്കെ കൈയിട്ടിട്ടായിരിക്കും തുറക്കുന്നു. അങ്ങനെ തുറന്ന് മാഷോട് അകത്തേക്ക് ഇരിക്കാൻ പറഞ്ഞു. ഇവൻ ഇതുവരെ മാഷോടൊന്നും പറഞ്ഞില്ല, ഒരു പരാതി പറഞ്ഞില്ല, എന്തിനാണ് അടിച്ചതെന്ന് ചോദിച്ചിട്ടില്ല, എനിക്ക് വേദനയുണ്ടെന്ന് പോലും ഇവൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ആ വീടിനകത്തേക്ക് കയറിയപ്പോൾ മാഷ് കാണുന്നത് വയ്യാതെ കിടക്കുന്ന ഒരമ്മയാണ്. ഒന്ന് എണീക്കാൻ പോലും കഴിയാത്ത, ചെരിഞ്ഞു കിടക്കാൻ പോലും കഴിയാത്തൊരമ്മയാണ്. ആ അമ്മയ്ക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്നത് ഇവനാണ്, ഈ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. പിന്നെ ഒരു പശുവുണ്ട്, അതിനെ കറന്നെടുത്ത് അതിൻ്റെ പാല് സൊസൈറ്റിയിൽ കൊണ്ടുപോയി വിറ്റ് കൊടുത്ത് അമ്മയ്ക്ക് വേണ്ടത് മുഴുവനും കാര്യങ്ങളും ചെയ്തിട്ട് പുസ്തകവും പാത്രവും എടുത്തിട്ട് സ്കൂളിലേക്ക് ഓടി വരുന്ന കുട്ടിയില്ലേ, ചിലപ്പോൾ 5 മിനിറ്റ് വൈകുമെന്ന് മാഷിക്ക് അന്ന് മനസ്സിലായി. ഒരു സ്കെയിൽ വെച്ച് എല്ലാ കുട്ടികളെയും അളക്കാൻ പറ്റില്ല എന്ന് മാഷിക്ക് അന്ന് മനസ്സിലായി. എല്ലാ കുട്ടികൾക്കും കൊടുത്തത് ഒരേ ഹോംവർക്ക് തന്നെ ആയിരിക്കും, പക്ഷെ എല്ലാവരുടെ വീടും എല്ലാവരുടെ അവസ്ഥയും ഒന്നല്ല എന്ന് മാഷിക്ക് അന്ന് കിട്ടിയൊരു വെളിച്ചം.
ആ മാഷ ഈ കുട്ടി മറക്കില്ല. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവള് ബേപ്പൂരാ വീട്. ബേപ്പൂരിൽ നിന്ന് പയ്യന്നൂരാണ് അവൾ PG ചെയ്യുന്നത്. പയ്യന്നൂരെത്തും, എല്ലാ ദിവസവും പോയി വരുക. രാവിലെ 5 മണിക്കൊക്കെ ഇറങ്ങും, വൈകിട്ട് 10 മണിക്കൊക്കെ തിരിച്ചു വരും. അവൾക്കൊരു 3 വയസ്സുള്ള മോളുണ്ട്. അതുകൊണ്ട് ഇവള് ഹോസ്റ്റലിൽ നിൽക്കുന്നില്ല, കാരണം എല്ലാ ദിവസവും പോയിട്ട് വരും. കുട്ടിയെ നോക്കാനുള്ളത് കൊണ്ട്. അപ്പോൾ ഇവളുടെ ഒരു ദിവസം ഏകദേശം ബസ്സിലോ ട്രെയിനിലൊക്കെ ഇരിക്കും. ഇവള് പഠിക്കുന്നത് കൗൺസിലിംഗ് സൈക്കോളജിയാണ്. ഒരു ദിവസം ടീച്ചർ ക്ലാസ് എടുക്കുന്നത് ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ചായിരുന്നു. ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ച്, ഒരു ദിവസത്തെ ടൈം എങ്ങനെയൊക്കെയാണ് ഡിവൈഡ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെയല്ലേ പഠിപ്പിക്കുക. ഇതൊക്കെ കേട്ടിട്ട് ഇവൾക്ക് സങ്കടമായി. കാരണം ഇവളുടെ ഒരു ദിവസമല്ലേ ഒന്നിനും ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അവളുടെ മോളുടെ കഥകൾ കേട്ടിരിക്കാൻ പോലും കഴിയുന്നില്ല. അവളുടെ മോൾക്ക് വേണ്ട സമയം കൊടുക്കാൻ കഴിയുന്നില്ല. ഇതൊക്കെ ആലോചിച്ചിട്ട് ഇവൾക്ക് സങ്കടമായി. അവളിങ്ങനെ കൈമറിച്ചിട്ട് ഇങ്ങനെ കണ്ണ് നിറയാൻ തുടങ്ങി. ഇവൾ തൊട്ടടുത്തിരിക്കുന്ന കുട്ടി പോലും അറിയരുത് എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കൈവച്ചിട്ട് ഇവൾ കരയാൻ തുടങ്ങി. അപ്പോൾ ഒരാളിങ്ങനെ വന്നിട്ടേ അവളുടെ മെല്ലെ വന്നിട്ട് അവളെ ഇങ്ങനെ തൊട്ടു. എന്നിട്ട് പുറത്തിങ്ങനെ ഒഴിഞ്ഞു. അവളിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഒരാൾ. അയാൾക്ക് മനസ്സിലായി ഇവളെ. അവളിങ്ങനെ മെല്ലെ നോക്കുമ്പോൾ അതാരായിരുന്നു എന്നറിയാം, ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന ടീച്ചർ. ആ ടീച്ചറെ ആ കുട്ടി ഒരിക്കലും മറക്കില്ല അല്ലേ? ടീച്ചർ പഠിപ്പിച്ചതൊക്കെ ചിലപ്പോൾ മറക്കും, പക്ഷെ ആ മൊമെൻ്റ് ഒരിക്കലും മറക്കും. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് നിങ്ങളെ കണ്ടാൽ നിങ്ങൾക്ക് കുറേ കുഴപ്പങ്ങളുണ്ടാവും. നിങ്ങളുടെ കണ്ണുകൊണ്ട് എന്നെ കണ്ടാൽ കുറേ കുഴപ്പങ്ങളുണ്ടാവും അല്ലേ? പക്ഷെ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന മനുഷ്യനെ അയാളുടെ ഭാഗത്തു നിന്ന് കാണാൻ കഴിയലാണ് മനുഷ്യൻ എന്നുള്ള അർത്ഥത്തിലുള്ള ഏറ്റവും വലിയ ക്വാളിറ്റിയിലാണ്. അപ്പോഴേ നമുക്ക് മനുഷ്യനെ വെൽക്കം ചെയ്യാൻ കഴിയുള്ളൂ, സ്വീകരിക്കാൻ കഴിയുള്ളൂ അല്ലേ? 800 കോടി മനുഷ്യന്മാരുള്ള ലോകമാണെന്ന് പറഞ്ഞില്ലേ? അതിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നത് എത്ര കുറച്ച് മനുഷ്യന്മാരായിരിക്കും അല്ലേ? നമ്മുടെ വീടിൽ എല്ലാം കഴിഞ്ഞ് നമ്മൾ എത്തുന്നൊരു വീടില്ലേ, ആ വീട്ടിൽ എത്ര കുറച്ച് മനുഷ്യന്മാരേ ഉള്ളൂ? 800 കോടി മനുഷ്യന്മാരുള്ള ലോകത്ത് നമ്മുടേത് എന്ന് പറഞ്ഞിട്ട് ആ വീടിൻ്റെ ഓരോ റൂമിൽ കിടന്നുറങ്ങുന്ന മനുഷ്യന്മാരെ എത്ര കുറച്ചാണ്. ആ മനുഷ്യന്മാർക്ക് വേണ്ടത് എന്താണോ അത് കൊടുക്കാൻ കഴിയണം. വേറെ നമ്മൾ വേറെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല.